ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പൊന്നുമച്ചിൻ്റെ വീട്ടിൽ ബറാത്ത് നോമ്പ് തുറക്കാൻ വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എല്ലാരും ഉണ്ട് അല്ലേ? കുഞ്ഞാമുണ്ട്. ഭക്ഷണം കഴിക്കണം. നോമ്പൊക്കെ അതിന് വെയിറ്റ് ചെയ്യാം എല്ലാരും. Bye bye. On the house? In the house. Over the house. By the house. By the house. English ഒരു തരം നോമ്പ് തുറക്കാൻ വിപുലമായ ഐറ്റംസ് എന്തൊക്കെയെന്ന് പറഞ്ഞത്. വത്തക്കുണ്ട്, മുന്തിരിണ്ട്, ആപ്പിൾ ഉണ്ട്, പഴണ്ട്. ഇനി നോമ്പ് തുറക്കുമ്പോൾ നമുക്ക് കുടിക്കാനായിട്ട് ഹോർലിക്സ് നല്ല അടിപൊളിയായിട്ട് കാച്ചിട്ടുണ്ട്. മധുരം കുറച്ചിട്ട് കാണില്ല. മധുരമായിരിക്കും. ചായ ഉണ്ട്, കട്ടൻ ചായ. അത് കഴിഞ്ഞ് കഴിഞ്ഞാല് മധുരം പറ്റില്ല. ആർക്കാണ് ഷുഗർ? സാബിക്ക് ഷുഗർ ഉണ്ട്. പിന്നെ നമ്മള് നല്ല അടിപൊളി മീൻ പപ്സ് ആണ്. അധികം എണ്ണയുടെ പ്രശ്നമില്ല, എല്ലാവർക്കും കഴിക്കാം. ചിക്കൻ ബിരിയാണി മെയിൻ കോഴ്സ് ആയിട്ട് നമുക്ക് ബിരിയാണി ഉണ്ട്. ഇതൊരു വെറൈറ്റി ആണ്. അധികം എരിവൊന്നും ഇല്ലാണ്ടുള്ള മിക്സ് ആണ്. മസാല അടിയിലുണ്ട്, മിക്സ് ആകുമ്പോൾ ബിരിയാണി ആവും. പിന്നെ നല്ല തേങ്ങ അരച്ച ബീഫ് കറി ഉണ്ടായിരുന്നല്ലോ. നല്ല പോത്ത് കറിയും ഉണ്ട്. നല്ല സീപ്പൂ ദോശയും. ഇത്രയും സാധനങ്ങളാണ് ഇന്ന് നമ്മളെ നോമ്പോറായിട്ടുള്ള. ഒരു കാര്യം മറന്നുപോയി, കഴിക്കാൻ വേണ്ടിട്ട് ജ്യൂസ്, മാംഗോ ജ്യൂസ് ഉണ്ട്. ഇത് ബീഫ് നല്ല പൂത്ത് തേങ്ങ വെച്ച്. ഇനി ഇതിനൊക്കെ വെറൈറ്റി ആയിട്ട് ഉപ്പാക്ക് സ്പെഷ്യൽ ആയിട്ട് വേറെ സാധനം ഉണ്ട്. നോമ്പാകുമ്പോ ഉപ്പാക്ക് അത് വാങ്ങും. നോമ്പ് തുറക്കാ പറഞ്ഞാല് അല്ല, നോൽക്കുന്ന തന്നെ ഭക്ഷണം കഴിക്കാൻ. ഇത് മാത്രം നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇത് മാത്രം സാധാരണ ഉണ്ടാക്കില്ലല്ലേ. ഇത് നമ്മൾ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോ ഒന്ന് ലേറ്റ് ആവും. ഇത് നമ്മള് നല്ല ഓലൻ റെസ്റ്റോറന്റിൽ നിന്ന് അടിപൊളിയായിട്ടുള്ള നല്ല താരകത്തില് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതും തേങ്ങ അരച്ച കറിയും കൂടി സെറ്റ് ആക്കിയ ബീഫും കൂടി അടിപൊളി. നാളെ തറാവി ഒന്നും ഇന്നില്ലാത്തോണ്ട്, തറാവി ഇല്ലാത്തോണ്ട് എല്ലാം കഴിക്കും. അതില് കൊള്ളുണ്ടാവില്ല. വോയിസ് ഓവർ കഴിഞ്ഞ ലൈവ് വോയിസ് ഓവർ ആണ്. സാബിയാണെന്ന് താരം. കൂടുതൽ പണിയാണ്. ഞങ്ങള് പറഞ്ഞ ഹോട്ടലിൽ ഓലെന്ന് വാങ്ങിച്ചാന്ന് പറഞ്ഞ. ഓരോ ഹോട്ടലിൽ വാങ്ങിയാന്നൊക്കെ ഇത് ഉപ്പാന്റെ ആഗ്രഹല്ലേ. ഫസ്റ്റ് ബറാത്ത് തുടങ്ങിയപ്പോ തന്നെ എങ്ങനെയാണ് ശരിക്കും ഇതിന്റെ മാർജിൻ എനിക്കായിരുന്നു. ഇടക്കിടക്ക് ഇത് നല്ലതാണെങ്കിൽ ഇടക്കിടക്ക് നല്ല വേറെ സ്ഥലം നല്ലതുണ്ടായിരുന്നു. എളുപ്പമായിരുന്നു. അതെ. അപ്പോൾ ഇവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യാം കേട്ടോ, ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. കുട്ടികളെല്ലാവരും കുഞ്ഞാമ്മേനോട് കഥയൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും എല്ലാ സംഭവങ്ങളും വേഗം സെറ്റാക്കാണ് ബാങ്ക് കൊടുക്കാനാവുമ്പോഴേക്കും. 10 കാലം ആമി ആദ്യമായിട്ടാണ് ഇങ്ങനെ. 1 2 3 4 5 കുഞ്ഞാമ്മ കാതുകുത്തിയത്. ആമയ്ക്ക് ഭയങ്കര അത്ഭുതം, ഇത്രയും കാതിൽ എന്താ ഇട്ടേന്ന്. ആദ്യമുള്ള ആൾക്കാരെ കുത്തുന്നതാണ്. അപ്പോൾ നമ്മളെല്ലാ സാധനങ്ങളും കൊണ്ടുവയ്ക്കുകയാണ്. അപ്പം ഫ്രൂട്ട്സൊക്കെയാണ് ഫസ്റ്റ് വെച്ചിട്ടുള്ളത്. സ്നാക്സ് നമ്മൾ മീൻപത്തിലൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ തവണ നമ്മൾ ഒരുപാട് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. എല്ലാ തവണയും നമ്മൾ പല സ്നാക്സുകളും ഉണ്ടാക്കും. പിന്നെ നോമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് ഇനി വഴി ഓരോരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാം. ഇവിടെ ഫുൾ കളിയാട്ടോ എല്ലാവരും. സ്നാക്സ് ആയിട്ട് നമ്മളിതാ മീൻപത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട്,
ഇനി നമ്മൾ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ. പാപ്പു ഫസ്റ്റ് തന്നെ കഴിക്കാൻ വേണ്ടി തുടങ്ങിയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ പറയരുത് ബാങ്ക് കൊടുക്കുമ്പോഴാണ് കഴിക്കാൻ പാടില്ല. അത് ഇപ്പം നമ്മളിങ്ങനെ കൂവ കാശിയതൊക്കെ കഴിക്കും കേട്ടോ. അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. നമുക്ക് കുറേ ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് വെള്ളമില്ലാതെ നമ്മൾ നിൽക്കണല്ലോ. അപ്പം നമുക്ക് കുറച്ച് അങ്ങനെയുള്ളതൊക്കെ കഴിക്കുന്നത് കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. പിന്നെ ഇതാ ജ്യൂസ് ഉണ്ട്. ജ്യൂസ് ഓരോരുത്തർക്ക് ഓരോ ഐറ്റം ഇങ്ങനെ എണ്ണി കൊണ്ടുവയ്ക്കാം കേട്ടോ. കുറേ ആൾക്കാരുണ്ടല്ലോ, അതുകൊണ്ട്. ഒമ്പോ അതെ, പിന്നെന്തിനാ ഓളെങ്ങനെ ബായോ ഫുഡ് കഴിക്കുന്നതിനുള്ള ബ്രേക്കാണ്. അപ്പോൾ നമ്മൾ നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതാ ഉപ്പാക്ക് ഇഷ്ടപ്പെട്ട പത്തലുണ്ട് കേട്ടോ. ഉപ്പാക്ക് എല്ലാ നോമ്പിനും മെയിനായിട്ട് ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതുണ്ട്. പിന്നെ ഉമ്മ ഉണ്ടാക്കിയ നല്ല ബിരിയാണി ഉണ്ട്. ചിക്കൻ ബിരിയാണിയാണ്. എരിവൊക്കെ കുറച്ചിട്ട് ഈ പ്രാവശ്യം നാസിക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. നല്ല ബിരിയാണിയായിരുന്നു. പിന്നെ നീർദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. ബീഫ് കറിയുണ്ട്. ബീഫ് വറുത്തരച്ച കറിയുണ്ട്. അപ്പം നമ്മളിത് എല്ലാവരും കൂടെ കഴിക്കുകയാണ്. ഉപ്പ, സാബി, ആദി എല്ലാവരും ഉണ്ട്. നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഇതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി. നല്ല ഫുഡായിരുന്നു. അങ്ങനെ നല്ലൊരു ബറാത്തിൻ്റെ നല്ലൊരു സ്റ്റാർട്ടിങ്, നോമ്പിൻ്റെ മുന്നിലുള്ള നല്ലൊരു സ്റ്റാർട്ടിങ്. എല്ലാവരും നന്നായിട്ട് ഹാപ്പി ആയിട്ട് നോമ്പൊക്കെ തുറന്നു. സാബിൻ്റെ പ്രതീക്ഷയാണ്. ഓക്കെ, ബൈ. അപ്പോൾ പിന്നെ നമ്മൾ നോമ്പ് ഉറക്കലും കഴിഞ്ഞ് എല്ലാവരും പുറത്തൊക്കെ വന്നിരുന്ന് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഉപ്പയും നാസിയും പൂവിയും എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. പിന്നെ ഉപ്പയും സാബിയും കുറേ നേരം ക്രിക്കറ്റൊക്കെ കാണുമായിരുന്നു കേട്ടോ. അതിനിടയിൽ ഇടയ്ക്ക് അവർ വരും, ഇടയ്ക്ക് പോവും, അങ്ങനെയൊക്കെയായിരുന്നു. അങ്ങനെ കുട്ടികളും എല്ലാവരുമായിട്ട് നല്ലൊരു കുറച്ച് നേരം ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ചു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ. എന്താ പറയുക, നല്ല ഒരു ദിവസമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. അപ്പം ഇതിന് ശേഷം നമ്മൾ വേഗം വീട്ടിലേക്ക് പോയിട്ടോ. രാത്രിയായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം.